ഇന്നല്ലദീന യശ്തറൂന ബിആയാതില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീലാ ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ വലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഏത് കേസിൽ? ഒരു കട തുടങ്ങിയപ്പോ മുന്തിയ ചരക്ക അവിടെ എന്ന് പറഞ്ഞു. എല്ലായിടത്തുള്ള ചരക്ക് തന്നെയാണ്. അവൻ മേടിച്ചത് മോശമുള്ളതൊന്നും അല്ല, പക്ഷെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എവിടെയില്ല, അത് ഇവിടെ കിട്ടുള്ളൂ അല്ലേ? കസ്റ്റമേഴ്സിന്റെ താല്പര്യങ്ങളിൽ ഒരു പണത്തൂക്കം മുന്നിൽ അല്ലെ? എന്തൊക്കെ പരസ്യങ്ങളാണുള്ളത്. ഒരു പണത്തൂക്കം മുന്നിൽ എല്ലാവരും ഉള്ളതുപോലെ തന്നെ എല്ലാവരും മേടിക്കുന്ന കമ്പോളത്തിൽ നിന്ന് തന്നെ ചരക്ക് കൊണ്ടുവരുന്നത്. ഇന്നല്ലദീന യശ്തറൂന ബിആയാതില്ലാഹി വഅയ്മാനിഹിം ബിഅഹദില്ലാഹി വഅയ്മാനിഹിം. ഇന്നല്ലദീന യശ്തറൂന ബിഅഹദില്ലാഹി വഅയ്മാനിഹിം. തീർച്ച അല്ലാഹുവിനോട് കൊടുത്ത പ്രതിജ്ഞയും കരാറും തുച്ഛമായ വിലക്ക് വിറ്റ് കളയുന്ന ആൾക്കാരുണ്ടല്ലോ. എന്താ അല്ലാഹു കൊടുത്ത കരാറ്? എന്താ അല്ലാഹുവിനോട് കൊടുത്ത പ്രതിജ്ഞ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ പ്രതിജ്ഞ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിനോട് കൊടുത്ത പ്രതിജ്ഞയാണ്. കച്ചവടത്തിൽ ഞാൻ കള്ളത്തരം കാട്ടൂല എന്ന് ഈ വാക്യത്തിൽ അവൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത് നിങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പ്രതിജ്ഞ എടുത്തില്ലേ? ആ പ്രതിജ്ഞക്കകത്തുണ്ട് കച്ചവടത്തിൽ കള്ളത്തരം പറയൂല എന്ന്. എന്നിട്ട് തുച്ഛമായ ലാഭത്തിന് വേണ്ടി റബ്ബിന്റെ മുന്നിലെടുത്ത പ്രതിജ്ഞയും കരാറും വിറ്റ് കാശാക്കുന്ന ടീമുണ്ടല്ലോ, വിഭാഗമുണ്ടല്ലോ. ഉലൈക ലഹും ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ. പരലോകത്ത് അവർക്ക് ഒരു മാർക്ക് പോലും ഉണ്ടാകൂല. പരലോകത്ത് അവർക്ക് ഒരു വിഹിതവും ഉണ്ടാവുകയേ ഇല്ല. ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, ഒന്നും ഉണ്ടാവില്ല. ഒരു തുള്ളി വെള്ളം ദാഹം തീർക്കാൻ കിട്ടൂല, ഒന്നും തന്നെ അവർക്ക് കിട്ടൂല. പടച്ച തമ്പുരാൻ വലാ യുകല്ലിമുഹും, അവരോട് മിണ്ടൂല്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് കൃപയുടെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. വലാ യുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുകയുമില്ല. ഒരുപാട് കുറ്റവാളികൾ കുറ്റുണ്ടെങ്കിൽ തന്നെ സംസ്കരിച്ചെടുത്തിട്ട് സ്വർഗത്തിൽ വിടും. എത്ര സംസ്കരിച്ചാലുണ്ടാവും ചെറിയൊരു നരകത്തിന്റെ പുക. അതുകൊണ്ട് അവരുടെ പേര് ജഹന്നമികൾ എന്നായിരിക്കും എന്നും ഹദീസിൽ കാണാം. കുറ്റവാളികൾ മുഅ്മിനീങ്ങളാണ്, പാസ് മാർക്കുണ്ട്, തോന്നിയാസം കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അള്ളാഹ്ക്ക് പുറത്തു വിടാ, അല്ലെങ്കിൽ കുറച്ച് നരകത്തിൽ ഇട്ടിട്ട് പുറത്തേക്ക് കൊണ്ടുവരാം. ഇച്ചിരി കരുവാളിച്ച മുഖമൊക്കെ ചെറിയൊരു നരകത്തിന്റെ പുക തട്ടിയ ഒരു കറുപ്പൊക്കെ ഉണ്ടാവും. ജഹന്നമികൾ എന്നാണ്. എക്സ് MLA, എക്സ് മന്ത്രി, മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ജഹന്നമികൾ, നേരത്തെ ജഹന്നമിൽ കിടന്ന ആൾക്കാർ എന്ന പേരിൽ അവർ സ്വർഗത്തിലുണ്ടാവും. അങ്ങനെ അള്ളാഹ് തസ്കിയത്താക്കും അവിടെ വെച്ച്. എന്നാൽ ഈ ടീമിനെ ലാഭം നേടാൻ വേണ്ടി കളവ് പറഞ്ഞ ടീമിനെ വലാ യുസക്കീഹിം, അല്ലാഹു സംസ്കരിച്ചെടുക്കുകയില്ല. വലഹും അദാബുൻ അലീം, കഠിനയേറിയ വേദനയുള്ള ശിക്ഷയാണ് അവരെ പരലോകത്ത് അവർക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അപകടം. അതുകൊണ്ട് ലാഭം ഒരിക്കലും ഈ കളവ് കൊണ്ട്. എന്തിനാ കളവ് അറിയുന്നത്? ലാഭം കിട്ടാൻ. ലാഭം ദുന്യാവിലുണ്ടാവില്ല, ദാരിദ്ര്യം എരിഞ്ഞ് ദുന്യാവ് കിട്ടിയാൽ തന്നെ ആഖിറം ബ്ലാങ്ക് ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ല. എന്തിനാ തൽക്കാല ക്ഷണികമായ ഈ ലാഭം അനന്തമായ വിസ്തൃതമായ അനശ്വരമായ പാരത്രിക ലോകം തുലച്ചിട്ട് എന്തിനാണത്? ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കൂലേ? അതുകൊണ്ട് നേട്ടം കൊയ്യാനാവില്ല. പിന്നെ കോട്ടം തടയാൻ, അപകടങ്ങൾ തടയാൻ, ഇത് തടയാൻ വേണ്ടിയായിരിക്കും കളവ് പറയുന്നത്. കളവ് പറഞ്ഞതോടുകൂടെ ഡബിൾ ഡോസിൽ ആ അപകടം വരും. അങ്ങനെ ഉണ്ടാവുക, സാധാരണ അങ്ങനെ ഉണ്ടാവുക അല്ലേ? അപ്പൊ അപകടം തടയാനും കളവ് കൊണ്ട് സാധാരണഗതിയിൽ പറ്റില്ല.
മറ്റൊരു കാരണം, ഒരു കാരണം ഇത് കളവ് പറയാനുള്ള മറ്റൊരു കാരണം അൻ യകൂന ഹദീസുഹു മുസ്തഅദബൻ, ബഹുജന സമക്ഷം ഇവൻ മൊഞ്ചാക്കി സംസാരിക്കുക. ഒരാളുടെ ഐതിഹാസിക ജീവിതവും ധീരതയോടുകൂടെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ പറയുമ്പോ ഞാനെന്തിനാ മോശമാകുന്നത്, അതിലും വലിയതൊന്നും അങ്ങോട്ട് കാച്ചിക്കളയാം, ആണ് കാച്ചാൻ തുടങ്ങി. ഇവനൊന്നുമല്ല, ഇവൻ വെറും എലിയ. എന്നിട്ട് ഇങ്ങനെ ഞാനും അതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുകയാണ്. അയ്യക്കൂന കലാമുഹു ഹദീസുഹു മുസ്തഅദബൻ, നല്ല തെളിഞ്ഞ സംസാരം, സ്ഫുടമായ സംസാരം, മൊഞ്ചാക്കിയ സംസാരം ഇങ്ങനെ വിടുക. ഇവന്റെ വ്യക്തിത്വം വളർത്താനാണ് സത്യത്തിൽ ഈ കളവ്, ഈ വെടിവൻ ഇവൻ വെക്കുന്നത്, കളവ് പറയുന്നത്. സത്യത്തില് ഇവന്റെ മാർക്കറ്റ് ഇടിയ ചെയ്യാം. ഞാൻ തന്നെ ഒരു വലിയ പണ്ഡിതനെ കാണാൻ പോയി, നല്ല ഹലിമാണ്, എനിക്ക് ഇഷ്ടമാണ്. കാണാൻ പോയി, അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയപ്പോ തുടങ്ങി ഇദ്ദേഹത്തിന്റെ മൗലൂദ് അങ്ങനെ ഓതാൻ തുടങ്ങി. മൗലൂദ് ഇങ്ങനെ ഓതി 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 കേട്ടു നോക്കുമ്പോ എനിക്കും തോന്നി ഇത് ലോക ബഡായിയാണ് എന്ന്. കേൾക്കുമ്പോ നമുക്കറിയാലോ ഇത് ബഡായിയാണ് ചിലപ്പോ. ഞാൻ പറഞ്ഞു, പൊന്നാർ ഉസ്താദെ, ഓൾറെഡി നിലവിൽ നിങ്ങളെ മഹത്വം ഞാൻ അംഗീകരിക്കുന്ന ആളാണ്. ഇവിധ ഡയലോഗ് അടിച്ചിട്ട് ആ ബഹുമാനം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ആരാണെന്ന് നോക്കണ്ട, ഇത് മനുഷ്യന്റെ ഒരു കൂടപ്പുറപ്പ, ചില ആളുകളുടെ ഒരു സ്വഭാവമാണ്. മാർക്കറ്റ് ഈ കളവ് പറഞ്ഞ കൂടൂല, കുറേ ചെയ്യാ. എത്ര പരമദരിദ്രനാണെങ്കിലും, എത്ര പട്ടിണിപ്പാവമാണെങ്കിലും, സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യനാണെങ്കിലും കയ്യിൽ സത്യമുണ്ടോ ആ മനുഷ്യന് ദുന്യാവിൽ മാർക്കറ്റുണ്ട്, പരലോകത്തും മാർക്കറ്റുണ്ട്. എത്ര ദരിദ്രനാണെങ്കിലും സത്യം കയ്യിലുണ്ടോ, കുടുങ്ങൂല എന്നാ പറഞ്ഞു. ആര്? മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സത്യം കയ്യിലുണ്ടോ? അർബഉൻ ഇദാ കുന്ന ഫീക ലാ യളുറുക മാ ഫാതക മിനദ് ദുനിയാ. ഇമാം ഹാക്കിം റഹിമഹുല്ല മുസ്തദറക്കിൽ രേഖപ്പെടുത്തിയ ഹദീസ്. അർബഉൻ, 4 കാര്യം, 4 സ്വഭാവം. ഇദാ കുന്ന ഫീക, അത് നിന്നിലുണ്ടെങ്കിൽ മോനെ, ആ 4 സ്വഭാവം നിനക്കുണ്ടെങ്കിൽ ലാ യളുറുക മാ ഫാതക മിനദ് ദുനിയാ, ദുനിയാവിലെ നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നീ കുടുങ്ങൂല. പൈസ ഇല്ല, കിടക്കാൻ കിടപ്പാടല്ല, 1 ഇഞ്ച് ഭൂമി പോലും സ്വന്തമായിട്ടില്ല, ഒരു നല്ല തൊഴിൽ ചെയ്യാൻ അത് തൊഴിലും ഇല്ല, എന്നാലും നീ കുടുങ്ങൂല, എന്നാലും നീ ബുദ്ധിമുട്ടൂല. ഈ 4 സ്വഭാവം നിനക്കുണ്ടെങ്കിൽ ഏതാണത്? എത്ര ദരിദ്രനാണ് നീയെങ്കിലും, എത്ര നിന്ദ്യനായി ജനങ്ങൾ നിന്നെ കാണുന്നുണ്ടെങ്കിലും, ദുന്യാവിലും ആഖിറത്തിലും നിനക്ക് യശസ്സോടുകൂടെ ജീവിക്കാൻ പറ്റാൻ ഈ 4 യോഗ്യത നിനക്കുണ്ടെങ്കിൽ സാധ്യമാകും. ഏതാ 4 കാര്യം? 1, സിദ്ഖുൽ ഹദീസ്, സംസാരത്തിലെ സത്യസന്ധത. 1 അതാ എണ്ണിയത്. 2, ഹിഫ്ളുൽ അമാന, വിശ്വാസവഞ്ചന ചെയ്യാതിരിക്കുക, വിശ്വസിച്ചാൽ ആ വിശ്വാസത്തോടെ നിൽക്കുക, ഒരാളെയും പറ്റിക്കാതിരിക്കുക. വഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം കാഴ്ചവെക്കുക, സൽസ്വഭാവിയാകുക. 4, വഹിഫത്തു തുഅമത്തിൻ, ഇല്ലായ്മയിലും തന്റെ ഇല്ലായ്മ മറ്റുള്ളവരെ കാണിക്കാതെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുക. നല്ല സ്ത്രീട്ട കുപ്പായാണ്, മുഖത്ത് ഈ ദാരിദ്ര്യത്തിന്റെ ലക്ഷണമൊന്നുമില്ല. സാമ്പത്തിക പരാധീനതകൾ നാവിലൂടെയും മുഖത്തുകൂടെയും അവന്റെ ബോഡി ലാംഗ്വേജിലൂടെയും അവന്റെ ഉടയാടകളിലൂടെയും വ്യക്തമാകുന്നില്ല. ഈ 4 സ്വഭാവം ആർക്കുണ്ടോ, ലാ യളുറുക മാ ഫാതക മിനദ് ദുനിയാ, നിനക്ക് കോടികൾ വേണ്ട, വലിയ വലിയ സൗധങ്ങൾ വേണ്ട, വലിയ കച്ചവടമോ തൊഴിലോ വലിയ സാലറി കിട്ടുന്ന ജോലിയോ വേണ്ട, ഇത് മതി മോനെ. നീ ദുന്യാവിൽ നിന്ന് അല്ലാഹ് കുഴക്കൂല, ക്ഷീണിപ്പിക്കൂല, അപമാനിതനാക്കൂല. അല്ലാഹു ഓഫർ തന്നിട്ടുണ്ട്, പക്ഷെ പറ്റൂല. ചിരി ക്ഷീണം വരുമ്പോഴേക്കിന് ഒത്തിരി അങ്ങോട്ട് കാണിക്കും. അപ്പൊ അവിടെ മാർക്ക് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് കൂട്ടാൻ എന്താ വേണ്ടത്? മാർക്കറ്റ് കൂട്ടാൻ സത്യസന്ധത വേണ്ടത്. മുഅ്മിനീങ്ങളിൽ ഔലിയാക്കൾ ഉണ്ടായത് എങ്ങനെ ഔലിയാക്കൾ ഉണ്ടായത്? മുഅ്മിനീങ്ങളില് ഔലിയാക്കളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ വിലായത്തിലേക്ക് നമ്മൾ എത്താനുള്ള ശ്രമം നടത്തണം. 2-1 നിർബന്ധം. എങ്ങനെ ഔലിയാക്കൾ ഉണ്ടായത്? സത്യം കൊണ്ടാണ്. സത്യം കൊണ്ട് മഹാനായ ഗൗസുൽ അഅ്ലം അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞത്,
നമ്മുടെ ഈ ആത്മീയ പ്രസ്ഥാനം എങ്ങനെ ഉണ്ടായി? കുറെ നോട്ടീസ് ഒട്ടിച്ചു, കുറെ തസവുഫ് കോൺഫറൻസ് ഉണ്ടാക്കി, കുറെ സംഘടന രൂപീകരിച്ചു, കുറെ തസവുഫിന്റെ കൊടി കെട്ടി, കുറെ തസവുഫിന്റെ വാൾ പോസ്റ്റ് കെട്ടി, എന്നിട്ട് ഇങ്ങനെ വിളിച്ചു. അങ്ങനെയല്ല. എങ്ങനെയാണ് നമ്മുടെ ആത്മീയത കെട്ടിപ്പടുത്തുണ്ടാക്കിയത്? മഹാനായ ഗൗസുൽ പറഞ്ഞ എങ്ങനെയാ? സത്യത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയതാണ് നമ്മുടെ ആത്മീയ പ്രസ്ഥാനം. അത് നല്ല ബലമുണ്ട്, അതിന് നല്ല വീര്യമുണ്ട്. സിദ്ഖാണ് നമ്മുടെ ബേസ്, സിദ്ഖാണ് നമ്മുടെ ഊർജം, സിദ്ഖാണ് നമ്മുടെ പുരോഗതി. അങ്ങനെ ചരിത്രത്തിൽ ഭരണാധികാരികളായി വന്ന ആളുകൾ പോലും ഔലിയാക്കളായി മാറി. അതല്ലേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, ചരിത്രത്തിലെ രണ്ടാം ഉമർ. അമവി ഭരണാധികാരിയായിരുന്നു, രാജാവായിരുന്നു. പക്ഷേ രാജാവായിട്ടും ലോകം ഒരു ചക്രവർത്തി എന്നതിനേക്കാൾ മുസ്ലിം ലോകം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയെ കാണുന്നത് അല്ലാഹുവിന്റെ ഒരു വലിയായിട്ടാണ്, സൂഫി വര്യനായിട്ടാണ്, ഒരു മഹാജ്ഞാനിയായിട്ടാണ്. എന്തേ കാരണം? ഗൗസുൽ ചരിത്രത്തിലുള്ളതുപോലെ തന്നെ ഈ മഹാന്റെ ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒറ്റ കളവും പറഞ്ഞിട്ടില്ല എന്ന് മുതൽ ഞാൻ മുണ്ടെടുക്കാൻ തുടങ്ങിയ കാലം തൊട്ട്. എപ്പോഴാ ഒരു കുട്ടി മുണ്ടെടുക്കാൻ തുടങ്ങുക? വിവേകം ഉണ്ടാവുമ്പോ അല്ലെ, വകതിരിവ് ഉണ്ടാകുമ്പോ തുടങ്ങുമല്ലോ മുണ്ടെടുക്കല്. ഈ മുണ്ടെടുക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ഒറ്റ കളവും പറഞ്ഞിട്ടില്ല. അതാണ് ആ നിലവാരം. മഹാന്മാരൊക്കെ പല അത്ഭുതം കണ്ടിട്ടുണ്ട്. മൈമൂൻ ഇബ്നു അബീ ശബീബ് റഹ്മത്തുള്ളാഹി അലൈഹി ഔലിയാക്കളിൽ ഒരു മഹാജ്ഞാനിയാണ്. അദ്ദേഹം ഒരു കിതാബ് രചനയിലാണ്, ഒരു പുസ്തക രചനയിലാണ്. ആ പുസ്തകം എഴുതുക, പത്രത്തിൽ വാർത്ത വരുത്തുക, ഒരു കവിത എഴുതുക എന്നൊക്കെ പറയുമ്പോ അതിലങ്ങനെ കളവൊന്നും നോക്കൂലല്ലോ. അതിന് മൊഞ്ചാക്കലല്ലേ അവിടുത്തെ ടാർജറ്റ്. ഗ്രന്ഥ രചനയിൽ മുഴുകിയിരിക്കെ മഹാനായ ജ്ഞാനി പറയുന്നു, ഒരു ഭാഗത്തെത്തി, ഒരു വിഷയത്തിലെത്തി, ഒരക്ഷരം കൂട്ടിയാൽ ഈ കിതാബ് നല്ല മൊഞ്ചാകും. ഒരക്ഷരം അങ്ങ് ചേർത്ത് നോക്കിയാൽ ഈ കിതാബിന് മാർക്കറ്റിൽ നല്ല വില കിട്ടും. പക്ഷേ ആ അക്ഷരം കൂട്ടിയാൽ ചെറിയൊരു കളവായി പോകും. എന്താ ചെയ്യാ? ഒരു ഹർഫ്, അറബിയിൽ ഒരു ഹർഫ് ല മതിയല്ലോ, അല്ലെങ്കിൽ മാ മതിയല്ലോ. ഒരക്ഷരം അതിന് ഒരുപാട് അർത്ഥം ഉണ്ടാവും. ഒരക്ഷരം കൂട്ടിയാൽ ഈ കിതാബ് മനോഹരമാകും, ഈ കിതാബിന് മാർക്കറ്റിൽ വില കൂടും. പക്ഷേ ആ അക്ഷരം കൂട്ടിയാൽ ചെറിയൊരു കളവ് കയറി വരും. ഞാൻ തീരുമാനിച്ചു, വേണ്ട, കിതാബിന് മാർക്കറ്റിലെങ്കിലും വേണ്ടില്ല, ഒരക്ഷരം പോലും കളവ് ഇതിൽ കയറാൻ പാടില്ല എന്ന് തീരുമാനിച്ചപ്പോ എന്റെ വീടിന്റെ ഭിത്തികളിൽ നിന്ന് ഞാനൊരു അശരീരി കേട്ടു. എന്തത്ഭുതം! എന്താ അശരീരി? വിശുദ്ധ ഖുർആനിലെ ഒരു വിശുദ്ധ വചനമാണ്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. മുഅ്മിനീങ്ങളെ, യഥാർത്ഥ വിശ്വാസികളെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സ്ഥിരമായ വാക്കിൽ പിടിച്ചു നിർത്തും, ഉറപ്പിച്ചു നിർത്തും. മുഅ്മിനീങ്ങളെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സ്ഥിരതയുള്ള വാക്കിൽ, സത്യമായ വാക്കിൽ ഉറപ്പിച്ചു നിർത്തും. ഇത് ഞാൻ കേട്ടു, അത്ഭുതപ്പെട്ടു. റബ്ബ് തന്ന ഒരു കറാമത്ത്. ഒരു ഇഞ്ച് അവരൊന്നും മാറൂല. അതാണ് അവരുടെ ജീവിതത്തിന്റെ മഹത്വം, വിശുദ്ധി. സ്വഹാബത്ത് അങ്ങനെ ഇരുന്നല്ലോ. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഞങ്ങൾ 8 or 9 പേരുണ്ട് നബിയുടെ മുന്നിൽ. 8 ആണോ 9 ആണോ സംശയമുണ്ട്. ഞങ്ങൾ 8 or 9 ആളുകൾ, 9ഓളം ആളുകൾ മുന്നിൽ നിന്നപ്പോ അവിടുന്ന് ഞങ്ങളോട് ചോദിച്ചു, അല്ലയോ സമൂഹമേ, കൂട്ടരെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കരം പിടിച്ച് ബൈഅത്ത് ചെയ്യാൻ, അനുസരണ പ്രതിജ്ഞ ചെയ്യാൻ, സത്യപ്രതിജ്ഞ ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങളോട് ചോദിച്ചു ഹബീബ്. ഫബസത്നാ ഐദിയനാ, അള്ളാന്റെ റസൂലിന്റെ കരങ്ങൾ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണോ എന്ന് ചോദിക്കേണ്ട താമസം. ഫബസത്നാ ഐദിയനാ, ഞങ്ങൾ 8 or 9 ആളുകൾ കൈകൾ അങ്ങ് നീട്ടിക്കൊടുത്തു പറഞ്ഞു,
ഖദ് ബായഅനാക യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അങ്ങയെ ബൈഅത്ത് ചെയ്യണം നബിയേ, അതിനാണല്ലോ ഞങ്ങൾ അവസരം കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ചെയ്യണം. ഞങ്ങളെ കൈപിടിച്ചു, സത്യപ്രതിജ്ഞ ചൊല്ലിത്തന്നു. എന്തായിരുന്നു? അല്ലാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, അവനിൽ യാതൊന്നിനെയും ഞങ്ങൾ പങ്കുചേർക്കില്ല, ഞങ്ങൾ 5 നേരത്തെ നമസ്കാരം നിലനിർത്തും, ഞങ്ങൾ നല്ലതെല്ലാം ശ്രദ്ധയോടെ കേൾക്കും, ഞങ്ങൾ അനുസരിക്കും. ഇത്രയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തിട്ട് പിന്നെ ശബ്ദമൊന്ന് താഴ്ത്തിയിട്ട് ചൊല്ലിത്തന്നു. ഇത് നിങ്ങളിൽ നിന്ന് എടുപ്പിക്കേണ്ട ഒരു പ്രതിജ്ഞയാണ്. എന്താണ്? ജനങ്ങളോടൊന്നും നിങ്ങളെ ആവശ്യം പറയരുത്. ജനങ്ങളോട് നിങ്ങളെ ആവശ്യം പറഞ്ഞ് നിങ്ങൾ നടക്കരുത്. നിങ്ങൾ റബ്ബിൽ സമർപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടത് അവരിലൂടെ റബ്ബ് നിങ്ങൾക്ക് നടപ്പിലാക്കി തരും. നിങ്ങൾ ജനങ്ങളെ ഇടയിൽ ഇറങ്ങിയിട്ട് നിങ്ങളെ ആവശ്യം പറയരുത്. ഞങ്ങൾ ആ പ്രതിജ്ഞ ഏറ്റു ചൊല്ലി. എന്നിട്ടോ ആർക്കതിന് പറ്റിയ? ജനങ്ങളോട് ഒരാവശ്യം ചോദിക്കരുത് എന്ന് പറയുന്ന പ്രതിജ്ഞയിൽ ആർക്കാ നിൽക്കാൻ പറ്റുക? ഔഫ് ഇബ്നു മാലിക് റഹിമഹുല്ല പറയുന്നുണ്ട്, വലഖദ് റഅയ്തു ബഅല ഉലൈക നഫരി, ഈ പ്രതിജ്ഞ ചൊല്ലിയ 9ഓളം ആളുകളുണ്ടല്ലോ, ഞാൻ അവരെ പിറകെ കണ്ടു. എങ്ങനെ? യസ്ഖുതു സൗത അഹദിഹിം ഫമാ യസ്അലു അഹദൻ യുനാവിലുഹു ഇയാ, സഹീഹ് മുസ്ലിം. അവരെ കൈകളിൽ നിന്ന് ചാട്ടവാറ് താഴെ വീണാൽ, ഒട്ടകപ്പുറത്തിരിക്കുമ്പോ, ഒട്ടകം നല്ല ഹൈറ്റാണ്, ഏതാണ്ട് ഒരു ആനയുടെ ഹൈറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉണ്ടാവുമല്ലോ. ഒട്ടകപ്പുറത്തിരിക്കുമ്പോ കയ്യിൽ നിന്ന് ചാട്ടവാറ് താഴെ വീണാൽ താഴെ എമ്പാടും ആള് നിൽക്കുന്നുണ്ടാവും. എടാ ചങ്ങാതി, ആ ചാട്ടവാറ് നിങ്ങൾ എടുത്തേ, ഒരു കുഴപ്പമില്ല, പറയാം, എടുപ്പിക്കാം, അത് കയ്യിൽ എടുക്കും ചെയ്യാം. പക്ഷേ ഈ പ്രതിജ്ഞ ചൊല്ലിയ ആളുകൾ ജനങ്ങളോടൊന്നും ചോദിക്കരുത്, ഞങ്ങൾ ചോദിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ആളുകൾ അവരുടെ കൈകളിൽ നിന്ന് ചാട്ടവാർ താഴെ വീണാൽ പോലും അതൊന്നെടുക്കൂ എന്ന് പോലും സഹായം ചോദിക്കാത്ത വിധത്തിൽ ജീവിച്ച് മരിച്ചുപോയി എന്ന് സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. അവരുടെ വാക്കിന്റെ വില എവിടെയാണ്? അതല്ലേ നബി തങ്ങളും. അവിടുന്ന് സ്വാദിഖാണ്, അവിടുന്ന് അൽ അമീനാണ്. ഈ മാസം നാം അതിന്റെ പ്രചാരണത്തിലാണല്ലോ, അല്ലേ? റബീഉൽ അവ്വൽ മാസം പ്രബോധനത്തിന്റെ പുണ്യനബിയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്ന, എപ്പോഴും നമ്മൾ സന്ദേശം പ്രചരിപ്പിക്കണം. ഇതൊരു അവസരമായിട്ട്, ദഅവത്തിന്റെ അവസരമായി ഉപയോഗപ്പെടുത്തിയിട്ട് പുണ്യ റസൂലിന്റെ വിശ്വസ്തതയും സത്യസന്ധതയും ലോകത്തോട് നമുക്ക് പറയേണ്ടതുണ്ട്. അതിന് നാം ആദ്യം അത് പഠിക്കേണ്ടതുണ്ട്. മാനവികത, ധാർമ്മികത എന്നൊക്കെ പറയുന്ന എല്ലാ സംഘടനക്കാരും പ്രസംഗിക്കുന്നതല്ലേ അത്? മാനവികത, ഉയർന്ന മാനവികതയും ധാർമ്മികതയും നിലകൊള്ളുന്നത് 10 കാര്യത്തിലാണ്. ലോകത്തോട് ഹബീബ് പറഞ്ഞു 10 കാര്യത്തിൽ. ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഫീ മകാരിമിൽ അഖ്ലാഖി 10. മാനവികതയും ധാർമ്മികതയും നിലകൊള്ളുന്നത് 10 കാര്യത്തിലാണ്. ആ 10 കാര്യം ഏത് നാട്ടിലുണ്ടോ, ഏത് സമൂഹത്തിലുണ്ടോ അവിടെ മാനവികതയുണ്ടാകും, ധാർമ്മികതയുണ്ടാകും. എന്നിട്ട് തകൂനു ഫിർ റജുലി വലാ തകൂനു ഫീ ഇബ്നിഹി തകൂനു ഫിൽ അബ്ദി വലാ തകൂനു ഫീ സയ്യിദിഹി. ഈ മാനവികതയുടെ ധാർമ്മികതയുടെ 10 കാര്യങ്ങൾ ഒരാളിലുണ്ടാകും, അയാളെ മകനിലുണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരാളിലുണ്ടാകും, അയാളെ തന്തയ്ക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു അടിമക്കുണ്ടാകാം, യജമാനനുണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു വിജയിപ്പിക്കാൻ ഉദ്ദേശിച്ചവർക്ക് വരദാനമായി ഈ 10 സ്വഭാവം അള്ളാഹു സമ്മാനിക്കും. അതിലാണ് ധാർമ്മികതയും മാനവികതയുള്ളത്. 10 നമുക്ക് പറയാൻ സമയമില്ല. 2 കാര്യം പ്രധാനപ്പെട്ട, ആദ്യത്തെ 2 കാര്യം അതെന്താ? ഒന്ന് സിദ്ഖുൽ ഹദീസ്, സംസാരത്തിലെ സത്യം, വാർത്തയിലെ സത്യം. സിദ്ഖുൽ ഹദീസ്, വാർത്തയിലെ സത്യം, റിപ്പോർട്ടിലെ സത്യം. 2 വസിദ്ഖുൻ നാസ്, ജനങ്ങളെ സത്യത്തിലെടുക്കുക, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക, സംശയത്തോടെ നോക്കാതിരിക്കുക.
ഇതാണ് ഉയർന്ന മാനവികതയും ധാർമ്മികതയുടെയും അടിത്തറ. ഈ 2 കാര്യത്തിലാണ്. പിന്നെ 8 കാര്യങ്ങൾ നബി തങ്ങൾ പറയുന്നുണ്ട്. വർത്തമാനകാലത്ത് 14 നൂറ്റാണ്ട് മുമ്പ് ഉയർന്നു കേട്ട ഈ ശബ്ദം ലോകത്ത് മാനവികതയും ധാർമ്മികതയും വളരണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ സിദ്ഖുൽ ഹദീസ്, വാർത്തയിൽ സത്യസന്ധത വേണം. കറക്റ്റാണ്. ഇന്ന് ഏറ്റവും കറക്റ്റ് പോയിന്റ് ആയത്. ഇന്ന് വാർത്താ മാധ്യമങ്ങളുടെ അവസ്ഥ എന്താ? വാർത്താ രംഗം ഇന്ന് എന്താണ്? ഇത്ര സദാചാര സീമകൾ അതിലംഘിക്കപ്പെട്ട ഒരു യുഗം വാർത്താ മാധ്യമ രംഗത്ത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. അത്ര വഷളൻ സംഭവല്ലേ വാർത്താരംഗം. മര്യാദക്ക് കുടുംബത്തിലിരുന്ന് വാർത്ത കാണാൻ പറ്റുമോ? വാർത്ത വായിക്കാൻ പറ്റുമോ? സദാചാരങ്ങളൊക്കെ തകർത്തു അല്ലേ? സമൂഹത്തിലുണ്ടായിരുന്ന സഹിഷ്ണുതകളെല്ലാം തല്ലി തകർത്തു. ഇതിന്റെയൊക്കെ പിന്നില് മുഖ്യമായും പ്രവർത്തിക്കുന്നത് പത്രമാധ്യമങ്ങൾ തന്നെയാണ്. സിദ്ഖുൽ ഹദീസ് വളരെയധികം വഷളൻ സംഭവം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പല്ലേ ഒരു CD തേടിയിട്ടൊരു നിശാപ്രയാണം അധികാരി വർഗം കോയമ്പത്തൂരിലേക്ക് ഒരു ചാക്കും കൊണ്ടൊരു CDക്ക് പോയി. പത്രത്തിലും ദൃശ്യമാധ്യമങ്ങളിലും ഇത് ചൂട് പിടിച്ച ചർച്ച, വാർത്ത കണ്ടിരിക്കുന്നു. ഒരു ഉപ്പ തൊട്ടടുത്തൊരു മോണ്ട്, വാപ്പച്ചി എന്ത് CD അത്? നല്ല രസമുള്ള സിനിമയാണോ എന്നാ ചോദിക്കണേ കൊച്ചി. പറയാൻ പറ്റുമോ ഇത് എന്ത് CDക്കാണ് ഈ കോയമ്പത്തൂർ പോയി? ഇത് പറയാൻ പറ്റുമോ? ഈ മാധ്യമങ്ങൾക്കൊക്കെ ഒരു ടാർഗറ്റ് ഉണ്ട്, ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി അവർ കളവുകൾ പടച്ചുണ്ടാക്കി, അല്ലെങ്കിൽ ഉള്ള സത്യത്തെ കളവായി വ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കളവ് പ്രചരിപ്പിക്കുകയാണ്. പലപ്പോഴും സന്ദർഭത്തിൽ നിന്ന് വാക്കുകളെ അടർത്തിയെടുത്തുകൊണ്ട് തെറ്റായ മെസ്സേജുകൾ, വാർത്തകൾ നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ലോകത്ത് മാനവികതയും ധാർമ്മികതയും വളരണമെങ്കിൽ സിദ്ഖുൽ ഹദീസ്, വാർത്തയിൽ റിപ്പോർട്ടിൽ സത്യസന്ധത വേണം. എന്നതില്ല. എല്ലാവരെയും കരിവാരിത്തേക്കാണ്. പോപ്പിനെയും മുസ്ലിയാരെയും ഒന്നും ഇവർ വെറുതെ വിടൂല എന്നാ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു രസകരമായ ഒരു ഫലിതം എന്നാ അതിൽ കാര്യമുണ്ട്. ഈയിടെ വന്ന് ഞാൻ വായിച്ചു, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. പത്രക്കാര്, മാധ്യമക്കാര് പോപ്പിനെയും വെറുതെ വിടൂല, മുസ്ലിയാരെയും വെറുതെ വിടൂല. മാർപ്പാപ്പ വന്നു, വത്തിക്കാനിൽ നിന്ന് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്ന മാർപ്പാപ്പയോട് പത്രക്കാര് ചോദിച്ചു, നിശാ ക്ലബ്ബുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഡാൻസും പാട്ടും കൂത്തും വ്യഭിചാരവും കള്ളുകൂടിയൊക്കെ ഉള്ള നിശാ ക്ലബ്ബുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് പത്രക്കാര് ചോദിച്ചപ്പോ മാർപ്പാപ്പ തിരിച്ചു ചോദിച്ചു, അതിനിപ്പോ യൂറോപ്പിലുള്ളത് പോലെ ഇന്ത്യയിൽ ഇങ്ങനെ നിശാ ക്ലബ്ബുകൾ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? എനിക്കറിയില്ല. ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ മറുപടി പറയേണ്ടതുള്ളൂ. വെസ്റ്റേൺ കൺട്രികളിൽ ഉള്ളതുപോലെ നിശാ ക്ലബ്ബുകൾ ഇന്ത്യയിലുണ്ടോ? പിറ്റേന്നത്തെ പത്രത്തിൽ മാർപ്പാപ്പ ഇന്ത്യയിൽ വന്ന് നിശാ ക്ലബ്ബുകൾ അന്വേഷിച്ചു. എങ്ങനെയുണ്ട്? മുസ്ലിയാരെ വെറുതെ വിടൂല. ഒരു വലിയ മുസ്ലിയാരുമായിട്ട് പത്രക്കാരന്റെ മുഖാമുഖം, അഭിമുഖം, പേഴ്സണാലിറ്റി ഒക്കെ ചോദിക്കുന്നുണ്ട്, വ്യക്തിപരമായ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചോദിച്ചു, എന്ത് ഫുഡാ ഇഷ്ടം? മൂല്യന്മാരെ ഫുഡ് ചോദിച്ചറിയേണ്ടത് തന്നെ ആണല്ലോ അല്ലേ? ഏത് ഫുഡാ ഇഷ്ടം? മുസ്ലിയാർ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഫുഡിൽ പ്രത്യേകിച്ച് ഒരു മെനു ഒന്നുമില്ല, എന്റെ ഉമ്മ വെക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടം. പിറ്റേന്നത്തെ പത്രത്തിൽ ഉമ്മ വെക്കുന്നത് ഇഷ്ടമാണ് മുസ്ലിയാർ. മയന എന്തായി അപ്പോ? അല്ലേ? അല്ല, ഇത് തമാശയാണെങ്കിൽ ഈ പണിയാണ് പത്രക്കാർ ഇന്നിവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മക്കൊന്നും പത്രപ്പണിയില്ല മൂല്യരെ, ഇതൊന്നും പത്ര വലിയ വിശദീകരിച്ച് ഇവിടെ പറയേണ്ടതില്ല എന്നാണ് നിങ്ങളെ ചോദ്യമെങ്കിൽ, ഈ കള്ളത്തരം ഏറ്റുപിടിച്ച് പറഞ്ഞു നടന്നാൽ നിനക്കും അതിൽ പാർട്ണർഷിപ്പ് ഉണ്ടാകും എന്ന് ഖാല റസൂലുള്ളാഹി. അതിനപ്പോ പറഞ്ഞത്, കഫാ ബിൽ മർഇ കദിബൻ, നീ കളവ് പറഞ്ഞവനാകാൻ മതിമോനെ, നീ ഒരു കള്ളത്തരം പറയുന്നവനാകാൻ മതിമോനെ. നീ ഒരു കളവ് നിർമ്മിച്ചുണ്ടാക്കി പറയണമെന്നില്ല, നീ ഒരു കളവ് കറ്റുകെട്ടി പറയണമെന്നില്ല, നീ ഒരു കളവ് ബോധപൂർവം പറയണമെന്നില്ല. നീയും കള്ളന്റെ ലിസ്റ്റിൽ അകപ്പെടാൻ ടിവിയിൽ കേട്ട വാർത്തയും പത്രത്തിൽ വായിച്ച വാർത്തയും പറഞ്ഞു നടന്നാൽ, അതിന്റെ അടിസ്ഥാനങ്ങളോ തെളിവോ പരിശോധിക്കാതെ പറഞ്ഞു നടന്നാൽ നീയും കളവ് പറഞ്ഞവനായി എന്ന് മുഹമ്മദ് മുസ്തഫ. സൂക്ഷിക്കണം, നമ്മളും കള്ളന്മാരായി പോകും. അപകടമുള്ള സംഭവമാണ് സിദ്ഖുൽ ഹദീസ്, വാർത്തയിലെ സത്യം, റിപ്പോർട്ടിലെ സത്യം.
അതുകൊണ്ട് കളവ് വളരെ ഡേഞ്ചറാണ്. അള്ളാഹുവിന്റെ മേലിൽ എങ്ങനെയാണ് കളവ് വരുന്നത് എന്ന് നാം പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ഇളവുകൾ കൂടി പഠിക്കാനുണ്ട്. വിശുദ്ധ ദീനുൽ ഇസ്ലാം കളവിന് ചില ഇളവുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത്ര മാത്രം പറഞ്ഞു നിർത്തിയാല് ഒരാളെ തല പോകുന്ന കേസിലും ചിലപ്പോ സത്യം പറഞ്ഞ് തല പോക്കും. അത് പറ്റൂല. തല പോകുന്ന ഭാഗത്ത് ചെറിയൊരു കളവ് പറഞ്ഞിട്ട് തല പോവുക എന്ന വലിയ കുറ്റത്തെ ഒഴിവാക്കണം. ഇതാണ് ദീനുൽ ഇസ്ലാം പറഞ്ഞത്. അതിനൊക്കെ കൃത്യമായ നിയമാവലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് നിയമത്തിൽ കൃത്യമായിട്ടുണ്ട്. അതുകൂടി നമുക്ക് അടുത്ത ആഴ്ച പഠിച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹുവേ, സത്യസന്ധരാക്കി ഞങ്ങളെ നീ പരിവർത്തിപ്പിക്കണമേ തമ്പുരാനെ. കളവിന്റെ നാശത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തി രക്ഷിക്കണമേ റബ്ബേ.